ഗസ്റ്റ് ആരായാലും നമുക്കത് സ്പെഷ്യൽ തന്നെയാണ്. അതിഥി ദേവോ ഭവ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അതെത്ര വലുതായാലും എത്ര ചെറുതായാലും എങ്ങനെയുള്ളവരായാലും നമ്മളെ വീട്ടിലേക്ക് അവർ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഡേ തന്നെയാണ് നമ്മളന്ന് കരുതുന്നത്. അതുപോലെ എൻ്റെ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലേക്ക് കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്. മൂത്താപ്പാൻ്റെ ഫ്രണ്ട്സുകളാണ് വരുന്നത് ഫ്രം റാസൽ ഖൈമ. ഗസ്റ്റ് ആരെന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പം അവർ വരുന്ന പ്രമാണിച്ച് ഞങ്ങളെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 4 o'clock അവർ വരും എന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേ തന്നെ ആയിട്ട് ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. കാരണം കുറച്ച് ഹെൽപ്പും കൂടെ ആയിക്കോട്ടെ, നമ്മളാൽ കയ്യിൽ നിന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും എൻ്റെ സിസ്റ്ററും എൻ്റെ മകളും കൂടെ നേരത്തെ തന്നെ ചെന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. 4 o'clock കഴിഞ്ഞു, 5 o'clock കഴിഞ്ഞു, 6 o'clock കഴിഞ്ഞു. അങ്ങനെ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നാട്ടിലേക്ക് വന്നവരല്ലേ, നാടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും നാട്ടിൽ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് അവർ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ വരുന്നവരെ ഞങ്ങളുടേതായിട്ടുള്ള പണികളൊക്കെ അവിടെ ചെയ്ത് തീർത്തു. 6:30 അവരെ കാണുന്നില്ല. എവിടെ ഇവരെന്ന് പറഞ്ഞപ്പോഴാണ് മൂത്താപ്പാൻ്റെ കോള് വന്നത്. അവർ ഓൺ ദി വേ ആണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം സെറ്റാക്കി എടുക്കാൻ അവർ വരുന്ന കാത്തിരുന്ന് എൻ്റെ മകൾ ഉറങ്ങിപ്പോയി. അങ്ങനെ പിന്നെ അവർ എത്തി. അവരൊരു 7 മണി 7:30 ആയിട്ടുണ്ടാവും എത്തിയിട്ടുള്ളത്. നാട്ടിലേക്ക് വന്നിട്ടുള്ളത് അറബികളാണ്. മുത്താപ്പാൻ്റെ റാസൽ ഖൈമയിലുള്ള ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പം അവരെ ഇൻവൈറ്റ് ചെയ്തു. അവർക്ക് വേണ്ടിയിട്ട് മട്ടൻ മജ്ബൂസായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പുറത്ത് നാളെ ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ അവർക്ക് സ്പെഷ്യൽ ഫുഡും സ്പെഷ്യൽ ഡ്രിങ്കും സ്പെഷ്യൽ ഡെസേർട്ടൊക്കെ ഒരുക്കി വെച്ചിട്ട് അന്നത്തെ ഡേയിൽ ഞങ്ങൾ കളറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു.